കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരി അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. നെഹമ്യാവ് യെരുശലേമിൻ്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലിൻ്റെ പണിക്ക് വേണ്ടി ദൈവനിയോഗപ്രകാരം പദ്ധതി പ്രകാരം യെരുശലേമിലേക്ക് വരികയാണ്. അവനും അവനോട് കൂടെയുള്ളവരും പണി ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോൾ സമ്പല്ലത്തും തോബിയാവും ഗേശേമും അവനെതിരെ നിൽക്കുകയാണ്. ഞങ്ങളോട് മത്സരിക്കുവാൻ നീ വന്നിരിക്കുന്നുവോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ നെഹമ്യാവ് പറയുന്ന വാക്കുകളാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നത് ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല. സ്വർഗത്തിന് ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ സാധിപ്പിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കുന്നത് അവൻ സേവിക്കുന്ന അവൻ്റെ ദൈവമാണ്. അവന് സ്വർഗത്തിൽ ഉന്നതനായൊരു ദൈവമുണ്ട്. ആ ദൈവം തൻ്റെ പൈതലിന് വേണ്ടി ഇടപെടുകയാണ്. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ പണിയും. ആ പണി പൂർത്തീകരിക്കപ്പെടും. സമ്പല്ലത്തെ തോബിയാവെ ഗേശമേ, നിങ്ങളേത് രീതിയിൽ ഇതിനെ തടയുവാൻ ശ്രമിച്ചാലും കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ പണിക്ക് വേണ്ടി എഴുന്നേൽക്കും. ആ പണി പൂർത്തീകരിക്കും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദൈവം ഉയരത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രിയ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി നിൻ്റെ കാര്യങ്ങളെ സാധിപ്പിക്കുന്ന, നിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന, നിൻ്റെ പ്രാർത്ഥനയെ നിവർത്തിക്കുന്ന, നീ ചെയ്യുന്ന വേലയെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ കർത്താവിൽ ഇന്ന് പകൽക്കാലം ശരണപ്പെടാം. മറ്റു ദുഷ്ടൻ്റെ അധികാരങ്ങൾക്ക് നിൻ്റെ മേലോ നിൻ്റെ അവകാശത്തിന് മേലോ യാതൊരു അവകാശമെടുക്കുവാനോ അധികാരമെടുക്കുവാനോ കഴിയാതെ വണ്ണം ദൈവം നിന്നെ മാനിക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.